അങ്ങനെ ജയിൽ ടാസ്ക് അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ കരുതി ഇന്നിനി ഒരുപാട് ലാഗ് ചെയ്യിക്കുന്നു. പക്ഷെ അവര് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ കരുതിയത് ഇവരുടെ ഇടയിൽ ഒരു വഴക്ക് ഈ ജയിലിൽ കിടന്നുണ്ടാകും എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മണി കോർക്കുന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്ക് കുറച്ച് ക്ലാസിക് ടാസ്ക് ആണ്. അതായത് ബിഗ് ബോസ് തന്നെ അത് ജയിലിൽ വരുമ്പോൾ കൊടുക്കുന്ന ഒരു ക്ലാസിക് ടാസ്ക് തന്നെയാണ്. റോബിനും അതുപോലെ റിയാസിനും കിട്ടിയിട്ടുള്ള ടാസ്ക് ആണ്. അവർ ഇതിന്റെ പേര് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ ആയിരിക്കണം എന്നില്ല. ഓരോ വ്യക്തികൾ ഓരോന്നാണല്ലോ. റിയാസും റോബിനും തമ്മിലുള്ള ഫൈറ്റ് പോലെ ആയിരുന്നില്ല ആദിലയും അനീഷും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ട്. തുടക്കം തൊട്ടേ അനീഷിന് ഈ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഒരുപാട് പേര് ലൈവ് ചാറ്റ് വരുമ്പോൾ, അതായത് ഈ ഒരു ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ ലൈവായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അനീഷ് ഭയങ്കര ഡ്രാമയാണെന്ന് കുറേ പേര് പറയാറുണ്ട്, ആദില ഭയങ്കര ഡ്രാമയാണെന്ന് കുറേ പേര് പറയാറുണ്ട്. ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഒരു ഡ്രാമയും ഇല്ല. രണ്ടുപേരും അടിപൊളിയാണ്. എനിക്ക് രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടു. ആ ഒരു മൊമെന്റ് ഇന്നലെ ആ ഒരു ജയിൽ ടാസ്ക് വന്ന സമയത്ത് ഇപ്പൊ ഷാനവാസും നൂറയും അനുമോളും പുറത്ത് വന്ന് നിന്നിട്ട് ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഷാനവാസിനും ഈ പറയുന്ന അനീഷിനോടുള്ളത് സൗഹൃദമൊക്കെ സത്യമാണ്. പക്ഷേ ഗെയിമിൽ വരുമ്പം അത് ഷാനവാസ് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവും വേണ്ട. ഷാനവാസ് നല്ല ബുദ്ധിയുള്ള ആള് തന്നെയാണ്. പക്ഷെ ഷാനവാസിന്റെ ആ ബുദ്ധി ഒരു പരിധി വരെ ഫലിക്കത്തോള്. ഷാനവാസിന് അത്രയൊന്നും പിടിച്ചു നിൽക്കാന്നുള്ള കഴിവൊന്നുമില്ല. ആള് ഭയങ്കര ഇന്നസെന്റ് ഒക്കെ തന്നെയാണ്. അപ്പം ഷാനവാസിനെയും ഞാൻ ഈ ഒരു അനീഷിന്റെയും ആദിലയുടെയും പ്രശ്നത്തിന്റെ ഇടയിൽ കൂടെ ഷാനവാസിനെയും ഞാൻ കുറെ അധികം മനസ്സിലാക്കി. കാണിക്കുന്ന ഒരു ഷോ മാത്രമേ ഉള്ളൂ. ആള് ഭയങ്കര ഷോ കാണിപ്പാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയിലൊക്കെ അഭിനയിച്ചാണ്, അതായത് മൊത്തം ക്യാമറ ഉണ്ടെന്ന് കണ്ട് അഭിനയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഷാനവാസ്. ഷാനവാസ് ഇപ്പോഴും പുറത്തോട്ട് വന്നില്ല. ഇപ്പോഴും ആ ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. പുറത്തൊക്കെ ആൾക്കാർ തന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യും. താൻ ഇങ്ങനെയായിരിക്കും പുറത്തൊക്കെ പോകുന്നത്, പുറത്ത് ആ വീഡിയോസൊക്കെ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഷാനവാസ്. പക്ഷേ അനീഷ് അങ്ങനെയല്ല. അനീഷ് തുടക്കം തൊട്ടേ ഇതേ വെറുപ്പിക്കലാണ്. ഈ ഓരോരുത്തർ പറയാറുണ്ട് അനീഷ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അനീഷ് വന്ന അന്നോട്ടേ ഇങ്ങനെയാണ്. അനീഷ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെ വന്ന ആളാണ്. പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് അനീഷ്. അനീഷിന്റെ ബ്രദറിന്റെ അടുത്തൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും ബിഹേവ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അനീഷിന്റെ അനിയൻ കുറച്ച് വളർന്നപ്പോഴാണ് അനീഷ് കുറച്ച് എന്താ പറയാ സ്ട്രിക്ട്നെസ് ഒക്കെ വിട്ടതെന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ മേ ബി സത്യമായിരിക്കും. നമുക്കതൊന്നും ഗെയിമിനകത്ത് വരണ്ട. ഒരു ഗെയിം വരുമ്പോൾ ഇന്നലെ നൂറ ആദിലേക്ക് കൊടുത്തൊരു ഉപദേശം ഉണ്ട്. അത് ആദില നമുക്ക് വീട്ടില്, ഇത് ബിഗ് ബോസ് ഹൗസ്, ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചധികം മനസ്സിലാക്കി നിൽക്കണം എന്ന് നൂറ പറയുന്നുണ്ട്. വളരെ ക്ലെവർ ആയിട്ടുള്ള നൂറയുടെ ഒരു പ്രസ്താവനയാണത്. ഏതായാലും നൂറ പറഞ്ഞു തന്നെ മറ്റേ ആദിലേക്ക് ദേഷ്യമൊക്കെ ആദില കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇന്നലെ പറഞ്ഞില്ലേ, ആദിലേക്ക് കുറച്ച് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വെറുതെ ആദില പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു ജയിലിൽ കിടന്ന് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒക്കെ കളഞ്ഞ് സംസാരിച്ചപ്പോൾ രണ്ടുപേരും ഓക്കെ ആയി. രണ്ടുപേർക്കും കൂട്ടുകൂടണമെന്ന് നല്ല ആഗ്രഹവും ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ഡ്രാമ കാണിക്കുകയാണെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നും തോന്നിയില്ല. പിന്നെ ആ മണി തുന്നുന്ന ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരുതി ഇന്ന് രാവിലെയെങ്കിലും അവരുടെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടാകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു വഴക്കും ഉണ്ടായില്ല. അതെല്ലാം തുന്നി ഒറ്റ മാലയായിട്ട് കോർത്ത് എന്താണോ ബിഗ് ബോസ് ഏൽപ്പിച്ച ആ ടാസ്ക് മനോഹരമായി തന്നെ ചെയ്തു. അപ്പോൾ ഇന്നലെ ആ ഒരു സ്പോൺസർ ടാസ്ക് വരുന്ന സമയത്ത് ഈ ആദിലയും അനീഷും ജയിലിലായിരുന്നല്ലോ. അപ്പൊ ഇന്നലത്തെ സ്പോൺസേഴ്സ് ടാസ്ക് അടിപൊളിയായിരുന്നു, നല്ലയായിരുന്നു. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഈ അനീഷാണ് ഈ ഒരു ടാസ്ക് എല്ലാം കുളമാക്കുന്നത്, അനീഷിനെ പിടിച്ച് ഇതണക്ക് ജയിലിലിട്ടാൽ ഈ ടാസ്ക് അടിപൊളിയായിരിക്കും എന്ന് കുറെ പേര് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോട്ടിൽ ടാസ്കിനകത്ത് പോലും നെവിനായിരുന്നു കുളവാക്കിയിരുന്നത്. നെവിനെ പിടിച്ച് ജയിലിൽ ഇട്ടപ്പോൾ അവിടെ കുളവാക്കാൻ വന്നത് ആദിലയും നൂറയുമാണ്. അവർ രണ്ടുപേരും പോയി അനീഷിന്റെ അടുത്ത് ചൊറിയാൻ നിന്നില്ലായിരുന്നുവെങ്കിൽ, അപ്പൊ ഞാനൊരു വീഡിയോയിൽ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു, ആദിലയും കൂടെ ഒന്ന് പിടിച്ച് ജയിലിൽ ഇടാവോ, അങ്ങനെയാണെങ്കിൽ ആ ടാസ്ക് നന്നായേനെയായിരുന്നു. കാരണം മര്യാദയ്ക്ക് അനീഷ് അത്രയും ട്രിഗർ ആകാതെ ഫ്രസ്ട്രേറ്റഡ് ആകാതെ ആ പറയുന്ന ബോട്ടിൽസ് കൊണ്ടുപോയേനെ. ആ മുടി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുവിധം അനീഷിനെ പിടിച്ചു നിർത്താൻ അനുമോൾക്ക് സാധിച്ചേനെ. പിന്നെ ഇന്നലെ ജയിലിൽ കിടന്ന സമയം തൊട്ട് അനീഷും അനുമോളും തമ്മിലൊരു കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ബോട്ടിലിനകത്തല്ലേ മുടി കണ്ടത്, അപ്പൊ ആ ഒരു ബോട്ടിൽ മാറ്റി വെച്ചാൽ മതിയല്ലോ എന്ന്. അതിനകത്ത് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇത് വരും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം
ഒരു ബോട്ടിലിനകത്ത് മുടി കണ്ടെങ്കിൽ ആ ബോട്ടിൽ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ചിലർ പറയുന്ന നല്ല ഒരു ഏർപ്പാടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു ബോട്ടിൽസ് ആ ഒരു ജ്യൂസ് ഫില്ല് ചെയ്തെന്ന് വെച്ചാൽ ഒറ്റ വാട്ടറാണ്, ആ ഒരൊറ്റ ജ്യൂസാണ് എല്ലാ ബോട്ടിൽസിലും ഫില്ല് ചെയ്തത്. അതുകൊണ്ട് മുടി കിടന്ന ബോട്ടിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അനീഷേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അനുമോളെന്നല്ല എല്ലാവരും കണ്ടു കഴിഞ്ഞു ആ മുടി കിടക്കുന്ന ആ മൊത്തം വെള്ളവും ഒറ്റ വെള്ളമാണല്ലോ, ഒറ്റ ജ്യൂസ് ആണല്ലോ, അപ്പൊ അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പുറത്തുനിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനകത്ത് ഒരു മുടി ഒരു പ്രോഡക്റ്റിനകത്ത് എടുക്കണമെങ്കിൽ ആ ഒരു ഇത് കളയും. പക്ഷെ ആ സെയിം ബ്രാൻഡിന്റെ വീണ്ടും പ്രോഡക്റ്റ് നമ്മൾ മേടിക്കത്തില്ലേ, അത് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ അത് അങ്ങനെ കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പിന്നെ ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ അനീഷിനോട് കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു നിങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതിൽ ഇവർ തമ്മിൽ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് ആദില പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ വിളിച്ചാൽ വരുമോ, ഞാനും നൂറയും കല്യാണം കഴിക്കാൻ വിളിക്കുമ്പോൾ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കള്ളച്ചിരി മാത്രമേ അനീഷിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടും, വന്ന് നിങ്ങളെ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൗഹൃദം അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഒരുപാട് സംസാരങ്ങളുണ്ടായിരുന്നു. എല്ലാവരും അത് കഴിഞ്ഞിട്ട് അവർ നല്ല പോലെ ഒന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങി എണീറ്റ് ഇന്ന് രാവിലെ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനെ വിളിച്ചെല്ലാം അറിയിച്ചതിന് ശേഷം ആദില പറയുന്നുണ്ട് ഇനി എന്നെ പെങ്ങളായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറഞ്ഞു പെങ്ങളായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇഷ്ടമല്ലെന്ന് നേരത്തെയൊക്കെ ടാസ്കിന്റെ ഇടയിലൊക്കെ പറഞ്ഞല്ലോ. അത് ചിലർ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടം ഇല്ല എന്നിങ്ങനെ വിളിച്ചു പറയത്തില്ലേ, അതുപോലെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അവസാനം പിന്നെ ആദിൽ ചോദിക്കുക എന്നാ നമുക്ക് പെങ്ങളൂട്ടി കാർഡ് എടുത്താലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അനീഷ് അത് വേണ്ട പെങ്ങളൂട്ടി കാർഡൊന്നും വേണ്ട. അപ്പോൾ ഉടനെ ആദിലയുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷാനവാസ് കഴിഞ്ഞാൽ ഞാനായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് ഞാനാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അനീഷ് എങ്ങനെയും തടി തപ്പാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ശരിക്കും അനീഷിന് ഇതൊക്കെ ഇഷ്ടമാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ പറയുന്ന കാർഡുകളൊന്നും എടുത്ത് കളിക്കില്ല എന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഒരു സാധാരണക്കാരനാണ്, അതൊരു കാർഡാണ് സത്യത്തിൽ. ഈ സാധാരണക്കാരൻ കാർഡുണ്ട് അനീഷിന്റെ കയ്യിൽ. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും, അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോൾ അതൊരു ഒറ്റപ്പെടൽ കാർഡാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാർഡായിട്ട് നമ്മളാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അനീഷ് അങ്ങനെ ഒരു കാർഡാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും, ഞാനൊരു സാധാരണക്കാരനാണ്. അത് രണ്ടും സത്യമാണ്. പുള്ളിക്കാരൻ അത് എടുത്തെടുത്ത് പറയുന്നത് കൊണ്ടാണ് നമുക്കത് കാർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഏതായാലും ജയിൽ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതേ കണക്കൊരു ടാസ്ക് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജിസേലിനും ഒനീലിനും കിട്ടിയത്. പക്ഷെ അവർ രണ്ടുപേരും കരഞ്ഞ് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ തീർത്തു. അനീഷിന് ആ ടാസ്ക് കിട്ടിയിരുന്നെങ്കിൽ പോലും അനീഷ് അത് അടിപൊളിയായിട്ട് ചെയ്തേനെ. ഈ ബിഗ് ബോസ് ഇത് അറിഞ്ഞാണ് ജയിൽ ടാസ്ക് കൊടുക്കുന്നത്. അതായത് ഇന്ന ആൾക്കാരാണ് ജയിലിൽ, അവർക്ക് ഇതിരിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏതായാലും ശരി, നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ടാസ്കും അവരുടെ ആ ഒരു സൗഹൃദവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിനോട് പോലും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ തെറ്റിദ്ധാരണകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നത് കൂടി. അപ്പൊ ഇന്ന് ലാലേട്ടൻ വരുമ്പോഴത്തേക്കും ഈ ആദില അനീഷ് വിഷയം വലുതായിട്ട് സംസാര വിഷയമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും കുറെ പേര് പറയുന്നുണ്ട് ആദില മനഃപൂർവ്വം ഇത് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ചീത്തവിളി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അഭിനയിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കുന്നതാണോ അതോ ഇനി അവർ റിയൽ ആണോ എന്നൊക്കെ ഉള്ളത് അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതായിരുന്നല്ലേ ആദിലയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്റ്റിൽ നൗ നമുക്ക് അത് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പൊ ആദിലയും അനീഷും ഒരുപോലെ തന്നെ, അനീഷ് മാത്രമല്ല ഷാനവാസും നൂറയും അനുമോളും ഇവരുടെ ആ ഒരു സൗഹൃദം നല്ലൊരു സൗഹൃദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഇടയിൽ തന്നെ വേറെയൊക്കെ വഴക്കുണ്ടാകാം. കാരണം ഇവിടെ നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അത് മൊത്തം കട്ടപ്പയായി പോയി തെറ്റിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വെച്ച് പറയുകയല്ല. പക്ഷെ തൽക്കാലം കണ്ടിരിക്കാൻ, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ, നമുക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയിൽ നല്ലൊരു എന്താണ് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവരൊക്കെ തന്നെ തന്നു. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.